ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയിലാണ് കോടതി നടപടി. 1 മാസത്തിനുള്ളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ ബാബു, ഒടുവിൽ ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു. ഈ ആടിയ ശിഷ്ടം നെയ് അത് എവിടെ പോയി, ആ വിൽപ്പനയിൽ എന്തൊക്കെ ക്രമക്കേടുകളാണ് നടന്നത് എന്നതിലടക്കമുള്ളൊരു വിജിലൻസ് അന്വേഷണം, ഒരു സുതാര്യമായ അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാമോ? ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉത്തരവ് പ്രഖ്യാപിച്ച ശേഷം പറഞ്ഞത്? ഈ സ്വമേധയാ എടുത്ത ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രേഷ്മ പറയുന്നത്? അശ്വതി, ശബരിമലയിൽ ആടിയ ശിഷ്ടം നെയ്യിന്റെ വിൽപ്പനയിൽ വൻ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വിജിലൻസിന്റെ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറാണ് ശബരിമലയിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കണ്ടെത്തിയ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ അന്വേഷണം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് പ്രത്യേക വിജിലൻസ് സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. മാത്രവുമല്ല, ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ട് അത് അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിലെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക വിജിലൻസ് സംഘം സമർപ്പിക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, ഈ അന്തിമ കുറ്റപത്രം അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് അത് ഹൈക്കോടതിയുടെ അനുമതി തേടിയതിനു ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും 2 മാസത്തിനുള്ളിലാണ് ഇത്രയധികം ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. 13 ലക്ഷത്തിലധികം തുകയുടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. സുനിൽ പോറ്റി എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വലിയൊരു വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ചില ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ചില ജീവനക്കാർക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിനേക്കാൾ താല്പര്യം പണം കൊള്ളയടിക്കാനാണെന്നുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ദേവസ്വം ബോർഡിന്റെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി. സംവിധാനങ്ങൾ അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും 1 മാസത്തിനുള്ളിൽ വിജിലൻസ് സംഘം അന്വേഷണത്തിന്റെ പുരോഗതി ഏതുവരെ എത്തിയെന്നത് സംബന്ധിച്ച റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ഹൈക്കോടതിയുടെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ വിജിലൻസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുക. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സംഘം രൂപീകരിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചിരുന്നു. ആ പരാതി നേരെ വിജിലൻസ് സംഘത്തിന് കൈമാറുകയാണ് ചെയ്യുക. ശരി രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേട്, അതിന് പിന്നിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്, അവരെല്ലാം പുറത്തു വരും. വിജിലൻസ് അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.